സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും നഷ്ടമാണ് സംഭവിക്കുന്നത്. പിന്നെ എന്തിനാണ് ഒരു രാജ്യത്തിന് സ്റ്റോക്ക് മാർക്കറ്റ്? ഇവർക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം അങ്ങോട്ട് നിർത്തിക്കൂടെ? എന്തിനാണ് ഒരു രാജ്യത്തിന് സ്റ്റോക്ക് മാർക്കറ്റ്? അതായത് സാധാരണ ആളുകളിൽ നിന്ന് പൈസ ലാർജ് എന്റർപ്രൈസസിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു മീഡിയമാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. സാധാരണ ആളുകളുടെ പൈസ ഈ ലാർജ് എന്റർപ്രൈസസിന് കിട്ടിക്കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ആ പൈസ ഉപയോഗിച്ച് അവരുടെ കമ്പനി വളർത്തും. അവരുടെ കമ്പനി വളരുന്നതോടെ അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവും, അവരുടെ ഇൻകം കൂടും, ആ കമ്പനി ഗ്രോ ചെയ്യും. ആ കമ്പനി ഗ്രോ ചെയ്യുന്നതോടെ നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യും. എക്കണോമി ഗ്രോ ചെയ്യുമ്പോൾ ഈ പൈസ വീണ്ടും സാധാരണ ആളുകളിലേക്ക് എത്തും. അവർക്ക് സേവിങ്സ് കൂടുതലായിട്ട് കിട്ടും. ഇവരിത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ആവുമ്പോഴാണ് ഒരു രാജ്യത്തിന്റെ എക്കണോമി വളരുന്നത്. അതിനു വേണ്ടിയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു രാജ്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടം വാരി കൂട്ടുന്നത്? അത് അവർക്ക് കൃത്യമായ ഡിസിപ്ലിനോ പേഷ്യൻസോ നോളജോ ഏത് സമയത്താണ് മാർക്കറ്റിൽ പൈസ ഇറക്കേണ്ടത് എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.